ഹലോ, അമാവാസിയുടെ അന്ന് ഞങ്ങൾ ആലുവ മണപ്പുറത്ത് ബലിയിടാൻ വന്നതാണിത്. അപ്പോൾ അന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ആലുവ മണപ്പുറത്ത് ഭയങ്കര തിരക്കായിരിക്കും അന്നത്തെ ദിവസം. അപ്പം നമ്മൾ അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം പോയാൽ മതി. ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ്, ഒരു 7:30 ആയപ്പോഴത്തേക്കാണ് പോയത്. വണ്ടി അങ്ങോട്ടൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടി വേറൊരിടത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് അമ്പലത്തിലൊക്കെ തൊഴുതു. ബലിയിടാൻ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ബലിയിടാൻ പറ്റി. ആഭരണങ്ങളും പണവും രൂപകളും ഫോണുകളും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതാണ്. നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവരവരുടെ രൂപകളും ഫോണുകളും പൈസകളും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് മാതൃഭൂതനായതിനു ശേഷം എല്ലാ ഭക്തജനങ്ങളും പണവും ആഭരണങ്ങളും രൂപകളും മറ്റു വിധത്തിലുള്ള വസ്തുക്കളും എടുത്തോ. അല്ല, സാധ്യതയില്ല. അത് മുറുക്ക് മേടിച്ചാൽ മതി. കർക്കിടമാകുന്നത് ചക്കര എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ജലദോഷം, തൊണ്ടവേദന, ഇത് എന്നാ കുട നൂത്തോ ഇയാള്? ബലിയിട്ടതിന് ശേഷം ഞങ്ങൾ 10:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തി.